ആവേശഭരിതമായ നിമിഷങ്ങളിലൂടെയാണ് കമ്പപ്പോരിന്റെ പോകുന്നത്. ഒരുപാട് സിനിമാതാരങ്ങൾ ഓർമ്മയിലേക്ക് വരുമ്പോൾ മലപ്പുറത്തുള്ള ജനപ്രതിനിധികൾ ഇഞ്ചോടിഞ്ച് പോരാടുകയാണ്. പൊതുപ്രവർത്തകരെ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആവേശഭരിതമായ കമ്പപ്പോര് ഏറ്റവും ആവേശകരമായി നടക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ പത്രപ്രവർത്തകരെയും മറ്റു മാധ്യമ പ്രവർത്തകരെയും കാസർഗോഡ് ജില്ലയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ. മറ്റ് പല രംഗങ്ങളും നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ട് കായിക മേഖലയിലേക്ക് നമ്മുടെ പുതുതലമുറയെ കൊണ്ടുവരുന്നതിന് ഏറ്റവും ആവേശകരമായ ഒരു തീരുമാനമാണ് കാസർഗോഡ് പ്രസ് ക്ലബ്ബ് എടുത്തിട്ടുള്ളത്. എല്ലാവിധ പിന്തുണയും സഹായവും ഉണ്ടാവുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കേരള പത്രപ്രവർത്തക യൂണിയനും കേരളത്തിലെ എല്ലാ ജില്ലകളിലെ പ്രസ് ക്ലബ്ബുകളും വളരെ മനോഹരമായി വ്യത്യസ്ത ഇനങ്ങൾ സംഘടിപ്പിച്ച അവസാനം കമ്പപ്പോര് ഭാഷകളുടെ കലകളുടെ സംസ്കാരങ്ങളുടെ വിളവരമായ വടക്കേറ്റത്തെ കാസർഗോഡിൻ്റെ നേതൃത്വത്തിൽ കാസർഗോഡ് പ്രസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ജില്ലയിലെ മികച്ച കലാകാരന്മാരും ഞങ്ങൾ ജനപ്രതിനിധികളും അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഈ ഏറ്റവും മികച്ച മത്സരത്തോടു കൂടി തുടക്കം കുറിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇതിൽ വലിയ പിന്നെ രാഷ്ട്രീയമൊന്നുമില്ലല്ലോ. നമുക്ക് കലയും സംസ്കാരവും എല്ലാം ചേർന്ന ഇതൊരു സൗഹൃദ മത്സരമായിട്ടാണ് നമ്മൾ കണ്ടത്. ഓക്കെ, പരിപാടിയാണ്. ഈ പൊതുപ്രവർത്തക രാഷ്ട്രീയക്കാർ ഒരു ഭാഗത്തും കാസർഗോഡ് ജില്ലയിലെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന കലാകാരന്മാർ ഒരു ഭാഗത്തു നിന്നാണ് ഞങ്ങളുടെ മത്സരം നടന്നത്. തീർച്ചയായും ഞങ്ങളാണ് ജയിക്കേണ്ടത്. പക്ഷേ ഞങ്ങൾ തോറ്റു കൊടുക്കാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് ജയിച്ചിട്ടുണ്ട്. ജയിച്ചവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. തോറ്റാൽ ദുഃഖണ്ട ഗംഭീരം, അതിഗംഭീരം. തോറ്റതാ അല്ലല്ല, പരിപാടി അതിഗംഭീരം. എന്തായാലും ഇങ്ങനെ പങ്കെടുക്കാൻ പറ്റി. സ്പോർട്സിൽ ജീവിതത്തിൽ പങ്കെടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇതൊരു ഭയങ്കര രസമായിരുന്നു. പത്രപ്രവർത്തകർ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ. കാരണം ഞാനൊരു ചാനലിൻ്റെ ഭാഗമായിട്ടാണ് ജീവിച്ചു പോകുന്നത്. ഏറ്റവും പ്രിയപ്പെട്ടവരാണ്, ഏറ്റവും സ്നേഹമുള്ളവരാണ്, നമ്മളെ കൂടെ ചേർത്ത് നിർത്തുന്നവരാണ്. അവരൊരു പരിപാടിക്ക് വരാൻ കഴിഞ്ഞതും അവരോടൊപ്പം ഇങ്ങനെ കുറച്ച് ദിവസം എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞതും ഒരു മത്സരത്തിൽ പങ്കെടുത്തതും ഏറ്റവും അഭിമാനമായി തോന്നുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. തോറ്റിട്ട് ആദ്യമായിട്ടാണ് സമ്മാനം കിട്ടുന്നത്. ഇങ്ങനെയും കിട്ടൂല്ലേ? അടിപൊളിയാ.